അക്കാദമിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. ചർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാർത്ഥികളും തമ്മിൽ രൂക്ഷമായ തർക്കമാണ് നടന്നത്. വിദ്യാർത്ഥികളോട് ക്ഷുഭിതനായ മന്ത്രി സി രവീന്ദ്രനാഥ് ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയി. പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ രാജിവെക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് വിദ്യാർത്ഥികൾ ആവർത്തിച്ചത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ പിന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് സാർ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടൂ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ മാനേജ്മെന്റിനോട് സാർ ആവശ്യപ്പെടും. മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്നതിന് പകരം അങ്ങോട്ടും കൂടെ ആവശ്യപ്പെടൂ സാർ എന്ന് പറയുമ്പോൾ സാർ അത് കേട്ടിട്ടും കേൾക്കാത്തതുപോലെ പിന്നെയും ഞങ്ങൾ ഓരോരുത്തരും ഇത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും ഇത് പറയുമ്പോൾ സാറിന് അത് കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ സാറ് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇനി വരുന്ന വിദ്യാർത്ഥികൾക്കും കൂടെ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. 5 വർഷത്തേക്ക് എന്നുള്ള കാര്യം അംഗീകരിക്കില്ല. പ്രിൻസിപ്പലിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തിടം വരെ ഞങ്ങൾ ശക്തമായി സമരം തുടരും. അക്കാദമി സമരവുമായി ബന്ധപ്പെട്ട് ആ സമരം പരിഹരിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ച അക്ഷരാർത്ഥത്തിൽ പ്രകസനമായിരുന്നു. ആ ചർച്ചയിൽ മന്ത്രി വന്നത് മാനേജ്മെന്റിന്റെ ഒരു അഡ്വക്കേറ്റിനെ പോലെയായിരുന്നു. ഈ പ്രിൻസിപ്പാളെ സംരക്ഷിക്കാനാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത്, മാനേജ്മെന്റിനെ സംരക്ഷിക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രി ശ്രമിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഈ മാനേജ്മെന്റിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നാറിയവനെ പേറിയാൽ പേറുന്നവനും നാറുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മാനേജ്മെന്റ് ഈ പ്രിൻസിപ്പാളെ പുറത്താക്കണം. മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റും തയ്യാറാവണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. SFI സെക്രട്ടറി M. വിജിന്റെ വാക്കുകളിലേക്ക് വീണ്ടും ഉചിതമായ തീരുമാനമെടുക്കണം. അതുപോലെ തന്നെ ക്യാമ്പസിൽ ക്ലാസ് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ സമാധാന അന്തരീക്ഷത്തിൽ ആ ക്യാമ്പസിനെ കൊണ്ടുവരണം. പുതിയ പ്രിൻസിപ്പാളിനെ ഉടനെ തന്നെ നിയമിക്കുമെന്ന് മാനേജ്മെന്റ് ഉറപ്പുകൂടി നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച അവസാനിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി എഴുന്നേറ്റ് പോയിട്ടൊന്നുമില്ല. സേഫ് സൈൻ ലാബിനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സേഫ്, ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരം തീർത്തും മറ്റൊരു രീതിയിലേക്ക് മാറുകയാണ്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടിരിക്കുന്നു. അതേസമയം കോളേജ് തുറക്കുമെന്നാണ് മാനേജ്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? വൈകിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ വളരെയധികം പ്രതീക്ഷയായിരുന്നു വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സമരക്കാരും വെച്ച് പുലർത്തിയിരുന്നത്. എന്നാൽ ആ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നു എന്നുള്ളതായിരുന്നു വിദ്യാർത്ഥികളുടെ ആരോപണം. അത്തരത്തിൽ അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നതും. കാരണം വിദ്യാഭ്യാസ മന്ത്രി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. സമരം പരാജയപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികളുടെ കടുത്ത പ്രതിഷേധം തന്നെയാണ് ലോ അക്കാഡമിക്ക് മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സംയുക്ത സമരസമിതിയുടെയും ആൾക്കാർ നമ്മോട് കൂടി ചേരുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിലായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അത് പരാജയപ്പെട്ടിരിക്കുന്നു. തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങുന്ന നിലപാടിലാണ് മാനേജ്മെന്റ് ഉള്ളത്. സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംയുക്ത സമരസമിതി ആലോചിക്കുന്നത്? വിദ്യാർത്ഥി ഐക്യത്തിന്റെ സമരം ഇനി ഭാവത്തിലും രൂപത്തിലും വളരെ വ്യത്യാസപരമായിട്ടായിരിക്കും ഇനി വിദ്യാർത്ഥി ഐക്യത്തിന്റെ സമരം ഇവിടുത്തെ സർക്കാർ കാണാൻ പോകുന്നത്. ഇത് വിദ്യാർത്ഥികളെ പറ്റിക്കുന്ന തരത്തിൽ, വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന തരത്തിലാണ് ഇന്ന് കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും നിലപാടെടുത്തത്. വിദ്യാഭ്യാസ മന്ത്രി ഇടനിലക്കാരനെ പോലെ ചർച്ച ചെയ്തത് ഇവിടുത്തെ മാനേജ്മെന്റിനെ സംരക്ഷിക്കുവാനും ഇവിടുത്തെ മാനേജ്മെന്റിന്റെ ഒത്താശയ്ക്ക് വേണ്ടി തുള്ളുന്നതിലേക്കും വേണ്ടിയായിരുന്നു ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ആ ചേംബറിനകത്ത് വിദ്യാർത്ഥി പ്രതിനിധികളോട് പെരുമാറിയത്. ഇന്ന് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു തരത്തിലാണ് ചർച്ചയ്ക്ക് വിളിച്ച മന്ത്രി, സമവായ ചർച്ചയ്ക്ക് വിളിച്ച മന്ത്രി സമവായ ചർച്ചയ്ക്ക് ഇടയിൽ ഇറങ്ങിപ്പോകുന്ന സംഭവം. ഈ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇന്ന് ഈ നാടിന് അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഞങ്ങൾ ഇന്നലെ തീരുമാനമെടുത്തത് കളക്ടർ മുതലായ ആൾക്കാരും ചർച്ചയില്ല, വിദ്യാഭ്യാസ മന്ത്രി ഇടപെടണമെന്നാണ്. ആ വിദ്യാഭ്യാസ മന്ത്രിയിൽ ഞങ്ങൾക്കിനി വിശ്വാസമല്ല. ഈ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ വലിയ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിൽ ഇനി ഈ കേരളത്തിലെ സർക്കാർ ഉലഞ്ഞാടുവാൻ പോവുകയാണ്. ആ തരത്തിലുള്ള സമരങ്ങളായിരിക്കും ഇനി വിദ്യാർത്ഥി ഐക്യത്തിന്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആലോചിക്കുന്നത്. തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. വിദ്യാർത്ഥികൾ ക്ലാസ് തുടങ്ങിയാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത്, സമരക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണണം. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി വന്നപ്പോൾ സമരപ്പന്തൽ പൊളിച്ചു നീക്കേണ്ട കാര്യമില്ല, പക്ഷേ വിദ്യാർത്ഥികൾക്ക് കോളേജിനുള്ളിൽ പ്രവേശിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പോലീസിനോടും ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങാനുള്ള നീക്കങ്ങളായിരിക്കും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സമരക്കാർ അതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. വിദ്യാർത്ഥികളും വിദ്യാർത്ഥി പ്രതിനിധികളും ഇവിടെ നമ്മോട് കൂടി ചേരുന്നുണ്ട്. ചർച്ച പരാജയപ്പെട്ടു. തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങുമെന്ന് മാനേജ്മെന്റ് നിലപാടെടുത്തിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? ഞങ്ങൾ വിദ്യാർത്ഥിനികളുടെ അവകാശങ്ങളൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി പോലും ഞങ്ങൾക്ക് നേരെ മുഖം തിരിക്കുകയാണ്. ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് 25 ദിവസമായി ഞങ്ങളിവിടെ സമരം ചെയ്യുന്നത്. അതിനെതിരെ മുഖം തിരിക്കുന്നതിനോട് ഞങ്ങൾക്കറിയില്ല ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം ശക്തമായ രീതിയിൽ തന്നെ സമരം മുന്നോട്ട് പോകും. കാരണം ഞങ്ങൾ ഇത്രയും
ഉറച്ച ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നവരെ ഞങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ ആരും പുറകോട്ടില്ല. ഞങ്ങൾ വിദ്യാർത്ഥിനികൾ ഇതിനു വേണ്ടി തന്നെ ഇറങ്ങിയതാണ്. ആ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും. SFI ഒഴികെയുള്ള സംഘടനകളെ നിങ്ങൾ കൂടെയുള്ളൂ. തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങും എന്ന് അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ വന്നാൽ ഏത് നിലയിൽ നിങ്ങൾ പ്രതികരിക്കും? വിദ്യാർത്ഥികൾ വരുമോ നോക്കട്ടെ. വന്നില്ലല്ലോ, വരുമോന്ന് ഞങ്ങൾക്ക് കാണണം. വരുന്നവരെ കയറാൻ ഞങ്ങൾ വിടും. വരുമോ ഞങ്ങൾ ആദ്യം കാണട്ടെ. വരുന്നു പറയുന്നല്ലേ ഉള്ളൂ. എന്തായാലും വിദ്യാർത്ഥികൾ കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണുള്ളത്. തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നു. ഇനി ഏത് തരത്തിൽ ചർച്ച തുടരുക? ഇപ്പോൾ ജെ മുഹാജിറിലേക്ക് ഒരിക്കൽ കൂടി. മുഹാജിർ, ഇന്ന് വളരെ നിർണായകമായ ഒരു യോഗമായിരുന്നു. ഒരുപക്ഷെ സമവായത്തിലൂടെ സമരം അവസാനിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു വിദ്യാർത്ഥികളും ഒപ്പം മറ്റെല്ലാവരും തന്നെ. എന്താണ് ഇന്ന് ചർച്ചയിൽ നടന്നത്? വിശദാംശങ്ങൾ എന്താണ്? ചർച്ചകൾ നടന്നത് ഇങ്ങനെയാണ്. പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായർ രാജിവെക്കുക എന്നുള്ള ആവശ്യത്തിൽ മറ്റെല്ലാ വിദ്യാർത്ഥി സംഘടനകളും SFI ഒഴികെയുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ ആവശ്യം കേൾക്കാൻ പോലുള്ള മര്യാദ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് ചർച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ പ്രതികരിച്ചത്. അതായത് മാനേജ്മെന്റ് നേരത്തെ SFIയുമായി ചർച്ച നടത്തുകയും 5 കൊല്ലത്തേക്ക് അവർ മാറ്റി നിർത്താമെന്നുൾപ്പെടെയുള്ള ഒരു 17 നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് അവർക്ക് എഴുതി നൽകുകയും ചെയ്തു. അത് അംഗീകരിക്കണം. അതും മറ്റു വിദ്യാർത്ഥികളും അംഗീകരിച്ചുകൊണ്ട് അവർ സമരത്തിൽ നിന്ന് പിന്മാറി തിങ്കളാഴ്ച മുതൽ ക്ലാസ് നടത്താനുള്ള ഒരു സൗകര്യം ചെയ്യണം, അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം. ഇതാണ് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടത് എന്ന് ഈ ചർച്ചയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ നമ്മൾ പ്രതികരിക്കുകയുണ്ടായി. അതായത് മാനേജ്മെന്റിനോട് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ലക്ഷ്മി നായരെ പുറത്താക്കാൻ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടണമെന്നുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യം കേൾക്കാൻ കൂട്ടാക്കിയില്ല. അത് മാനേജ്മെന്റിനോട് പറയുവാനും വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായില്ല. മറിച്ച് മാനേജ്മെന്റ് എന്താവശ്യപ്പെടുന്നുവോ അത് വിദ്യാർത്ഥികൾ അംഗീകരിക്കണം എന്നുള്ള ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി ഏറ്റ് പറയുകയാണ് ഉണ്ടായത്. നേരത്തെ KSU പ്രതിനിധി PS ജോയി പറഞ്ഞതുപോലെ മാനേജ്മെന്റിന്റെ വക്കാലത്തെടുക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിച്ചത്. 5 കൊല്ലത്തേക്ക് താൽക്കാലികമായുള്ള മാറ്റി നിർത്തലല്ല, മറിച്ച് പൂർണ്ണമായും അവിടെ നിന്ന് അവർ രാജിവെക്കണം. അല്ലെങ്കിൽ മാനേജ്മെന്റ് അവർക്ക് നോട്ടീസ് കൊടുത്ത് പിരിച്ചുവിടണം. അതിനോട് സർക്കാർ മാനേജ്മെന്റിനോട് ഇക്കാര്യം ആവശ്യപ്പെടണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം ഇവിടെ അംഗീകരിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സമരരംഗത്ത് തുടരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പ്രിൻസിപ്പൽ സ്ഥാനം അവർ മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ലക്ഷ്മി നായർ മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ പുതിയൊരു പ്രിൻസിപ്പലിനെ ഉടൻ നിയമിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു. അക്കാര്യം ഉടൻ തന്നെ ചെയ്യാം. യോഗ്യനായ ഒരാളെ കണ്ടെത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് പുതിയൊരു പ്രിൻസിപ്പലിനെ സ്ഥാനത്ത് നിയമിക്കാം. ഇപ്പോൾ വൈസ് പ്രിൻസിപ്പലിന് ചാർജ് നൽകിയിരിക്കുന്നത് ഒരു താൽക്കാലിക ചുമതല മാത്രമാണ് എന്ന് മാനേജ്മെന്റും പറയുകയുണ്ടായി. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അത് ക്ലിയർ ആണ്. നേരത്തെ SFIയുമായി അവർ ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്ത നിർദ്ദേശങ്ങൾ 5 കൊല്ലത്തേക്ക് അധ്യാപകരായി പോലും ക്യാമ്പസിൽ അവർ ഉണ്ടാവുകയില്ല. പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് അവർ മാറി നിൽക്കാൻ ആവശ്യപ്പെടും. ഇക്കാര്യത്തിൽ തന്നെയാണ് ഇന്ന് മാനേജ്മെന്റ് ഉറച്ചിരുന്നത്. ഇക്കാര്യം വിദ്യാർത്ഥികളും മറ്റ് സമരം നടത്തുന്ന വിദ്യാർത്ഥികളും അംഗീകരിക്കണമെന്ന ആവശ്യമാണ് വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയിൽ ഉന്നയിച്ചത്. എന്നാൽ ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു ബഹളമുണ്ടായി. ബഹളത്തിനിടയിൽ വിദ്യാഭ്യാസ മന്ത്രി ഇനിയൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ചർച്ചയിൽ നിന്ന് എഴുന്നേറ്റു. ചർച്ച നിർത്തിക്കൊണ്ട് എഴുന്നേറ്റു. വിദ്യാർത്ഥികളും എഴുന്നേറ്റു. എന്നാൽ വീണ്ടും ഒരു ചർച്ചയ്ക്ക് അവസരം ഒരുക്കണമെന്ന് മറ്റു ഉദ്യോഗസ്ഥരുമൊക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് വീണ്ടും കുറച്ചു നേരം കൂടി ചർച്ച നടന്നു. എന്നാൽ നേരത്തെ പറഞ്ഞ ആവശ്യങ്ങൾ നിലപാടുകളിൽ നിന്ന് ഇരു കൂട്ടരും പിന്നോട്ട് പോകാത്ത സ്ഥിതിക്ക് വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായി ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ഇവിടെ SFI എടുത്ത നിലപാട് അവർ നേരത്തെ തന്നെ മാനേജ്മെന്റുമായി ചർച്ച ചെയ്ത് അംഗീകരിച്ച് അതിൽ തൃപ്തരാണ്. ഇനി അവിടെ പഠനം തുടങ്ങുകയാണ് വേണ്ടത്. പഠനം തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്ന്. ശരി, മുഹാജിറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോ അക്കാദമി വിഷയത്തിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം പ്രിൻസിപ്പൽ പ്രശ്നം മാത്രമാണ് നിൽക്കുന്നത്. മറ്റ് കുട്ടികൾ ആവശ്യപ്പെട്ട കുറേ കാര്യങ്ങൾ അതിനവരെ എതിർത്തില്ല. മാനേജ്മെന്റ് തന്നെ അതിന്റെ സൊല്യൂഷൻ പറഞ്ഞു, അവരും കേട്ടു. അവരാരും അതിനെ എതിർത്തൊന്നുമില്ല. പിന്നെ അവസാനം രാജി വേണം എന്ന് മാത്രം പറഞ്ഞപ്പോൾ പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കാൻ, രാജിവെക്കാൻ പറയാൻ അവർ ആർക്കും കഴിയില്ല. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അഭിപ്രായം ചോദിച്ചപ്പോൾ അവര് നിലവിലുണ്ടായിരുന്ന പ്രിൻസിപ്പലിനെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞു. മാറ്റി നിർത്തി എന്ന് ഉറപ്പാവണമെങ്കിൽ പുതിയ പ്രിൻസിപ്പലിനെ അവിടെ നിയമിക്കണം. അങ്ങനെ പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കണം എന്നുള്ള നിർദ്ദേശം ഞാൻ പറഞ്ഞു. എന്റെ അംഗീകരിക്കുകയും ചെയ്യും. അങ്ങനെ പുതിയ പ്രിൻസിപ്പൽ കഴിഞ്ഞാൽ ലോ അക്കാഡമിയിൽ പുതിയ പ്രിൻസിപ്പലായി. അതിന്റെ അർത്ഥം പഴയ പ്രിൻസിപ്പൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പറഞ്ഞു. അവസാനം എല്ലാവരോടും ഇങ്ങനെയുള്ള പുതിയ പ്രിൻസിപ്പലെ, ഏത് പ്രിൻസിപ്പലിനെ നിയമിക്കുന്നതിന്റെ കാലയളവും
എത്ര കൊല്ലം പ്രിൻസിപ്പൽ നിലനിൽക്കുന്നുള്ളതൊക്കെ ആരെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അവരുടെ പ്രായം അനുസരിച്ചാണ് എത്ര കൊല്ലം പ്രിൻസിപ്പൽ അവിടെ നിൽക്കും എന്നുള്ളതൊക്കെ പറയാൻ കഴിയുക. നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് തിയറട്ടിക്കലായിട്ട് പറയാവുന്നത് ലോ അക്കാഡമിയിൽ അവരാരോപിച്ചെന്ന പ്രിൻസിപ്പൽ അവിടെ ഇല്ല, പുതിയ പ്രിൻസിപ്പൽ വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷനാണ്. മാനേജ്മെന്റ് അത് അംഗീകരിക്കുകയും ചെയ്യും. പക്ഷെ അപ്പോഴും പല വിദ്യാർത്ഥി സംഘടനകളും രാജി തന്നെ വേണം എന്നുള്ള നിലയ്ക്കാണ് നിൽക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് രാജിവെക്കുക എന്നുള്ളത് ആ വ്യക്തിയാണ് രാജിവെക്കേണ്ടത്, അതല്ലാതെ ഒരാൾക്ക് രാജിവെക്കാൻ കഴിയില്ല. അവർ മാറ്റി നിർത്താൻ മാനേജ്മെന്റ് പറഞ്ഞപ്പോൾ സമ്മതിച്ചപ്പോൾ പകരം പ്രിൻസിപ്പലിനെ വെക്കാൻ സർക്കാർ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അവർ സമ്മതിക്കുകയും ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ അവസാനം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കി പഠനാന്തരീക്ഷം തുടത്തക്ക രീതിയിൽ സമരം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ശരി ചർച്ച അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞത് അതാണ്. എന്താ ഉണ്ടായത് എന്നുള്ളത് ഒരുപാട് പേര് അവിടെ കേട്ടിരുന്നതാണ്. അത് വെറുതെ പറയുന്നതാണ്. 2 മണിക്കൂർ നേരം പൂർണ്ണമായിട്ട് അവരുടെ ഒപ്പം നിന്ന് ചർച്ചയിൽ പങ്കെടുത്തതാണ്. ആ ചർച്ചയ്ക്ക് അവസാനം ഒരു കൺക്ലൂഷൻ വേണമല്ലോ. ആ കൺക്ലൂഷൻ ഇതാണ്. എന്റെ കൺക്ലൂഷൻ പറഞ്ഞു, പുതിയ പ്രിൻസിപ്പലിനെ അവിടെ നിയമിക്കണം. പുതിയ പ്രിൻസിപ്പൽ ലോ അക്കാഡമിയിൽ വന്നാൽ എന്താ അതിന്റെ അർത്ഥം? പഴയ പ്രിൻസിപ്പൽ അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോഴും പ്രിൻസിപ്പലിന്റെ പഴയ പ്രിൻസിപ്പലിന്റെ രാജി എന്നുള്ള ഒരൊറ്റ വാക്കിൽ നിൽക്കുക. ഗവേണിംഗ് ബോഡിയാണ്. ഈ ഗവേണിംഗ് ബോഡിയിൽ സർക്കാർ പ്രതിനിധികളുണ്ട് നേരത്തെ തന്നെ. ഇപ്പോഴും അവർ പങ്കെടുക്കുന്നില്ല, വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ഗവേണിംഗ് ബോഡിക്ക് അവർ രാജിവെക്കുന്നതിലേക്ക് പുറത്താക്കാനുള്ള അധികാരമുണ്ട്. പുറത്താക്കിയെന്ന് അവർ പറഞ്ഞത് അത് എന്തുകൊണ്ട് രേഖാമൂലം അവരെ പുറത്താക്കുന്നില്ല, കാലപരിധി നിശ്ചയിക്കാതെ പുറത്താക്കാൻ അവർക്ക് കഴിയുന്നില്ല? അല്ല, അവർ മാറ്റി നിർത്തി എന്ന് 5 വർഷം ഒരു പ്രശ്നം. വിദ്യാർത്ഥികളുടെ ആശങ്ക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞ് പുതിയ പ്രിൻസിപ്പലിനെ നിയമിച്ചു. ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ അവർ തിരിച്ചു വരില്ല എന്നും മിനിസ്റ്റർക്ക് ഉറപ്പ് വിദ്യാർത്ഥികൾ. അല്ല, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മളൊരു പ്രിൻസിപ്പലിനെ അപ്പോയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ തിരിച്ചു വരുമോ എന്നുള്ള, തിരിച്ചു വന്നു കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ഓരോന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല. പ്രിൻസിപ്പൽ ഇപ്പൊ ഉള്ള പ്രിൻസിപ്പലെ മാറ്റി നിർത്തുക, ഇപ്പോഴത്തെ പ്രിൻസിപ്പലിനെ ആരോപിക്കുക, നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാം അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്. അവരെ മാറ്റി നിർത്തി മാനേജ്മെന്റിന്റെ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ അവർക്ക് രാജി കൊടുക്കണ്ട, അവർക്ക് രാജിവെക്കണമെന്ന് രാജിവെക്കുന്നില്ല എന്ന് അവർ തന്നെ തീരുമാനിച്ചു. അവർ മാറ്റി നിർത്തി എന്ന് പറയുന്നു. ഇതേ അവർ തന്നെ 2-3 വർഷം കഴിയുന്നുണ്ട് പഴയ പ്രിൻസിപ്പലിനെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ സർക്കാരിന് ഇടപെടാൻ. അതിനാണ് പുതിയ സെപ്പാക് പ്രിൻസിപ്പലിനെ നിയമിക്കണം എന്ന് പറഞ്ഞത്. നിയമപരമായ പഴയ ആള് തിരിച്ചു വന്നാൽ എന്ത് ചെയ്യും? വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആശങ്ക അതാണ്. അവരിനി 2-3 വർഷം അല്ലേ അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ഇവിടെ സംഭവിക്കാം. അങ്ങനെ ഒരു കാര്യം സൊല്യൂഷൻ എടുക്കാൻ പറ്റും. സൊല്യൂഷൻ എടുക്കുക എന്നുള്ളത് പുതിയ പ്രിൻസിപ്പലാണ്. അത് ഡയറക്ടർ ബോർഡാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഡയറക്ടർ ബോർഡിൽ ആര് വേണം എന്നുള്ളതൊന്നും സർക്കാരിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അല്ലല്ല, ഇപ്പോഴുള്ളോ പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കണം എന്ന് പറയണു. സർക്കാരിന്റെ സൊല്യൂഷൻസ് ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ എന്താണ് പിന്നെ സർവകലാശാല വഴിയിട്ടുള്ള മറ്റേ ഫോളോ അപ്പ് നടക്കുന്നു പറയുന്നു. SC/ST പ്രശ്നമുണ്ടായതിന് കേസെടുക്കുന്നത് ഫോളോ അപ്പ് ചെയ്യുന്നു പറയുന്നു. മറ്റ് കേസുകൾ ഏതുണ്ടോ അതൊക്കെ തുടരുമെന്ന് പറയുന്നു. ഇതിൽ തുടർന്ന് നിങ്ങൾ സമരം അവസാനിപ്പിച്ച് സമാധാനമായിട്ടുള്ള പഠനാന്തരീക്ഷം ഉണ്ടാക്കിയാൽ ബാക്കിയുള്ള ആക്ഷൻസ് ഇപ്പൊ എങ്ങനെ തുടരുന്നു അതുപോലെ തുടരുമെന്ന് പറയുന്നു. ഒരു പ്രശ്നം സോൾവ് ചെയ്തു എന്നതിന്റെ അർത്ഥം അതിലുള്ള കേസുകളൊക്കെ പിൻവലിച്ചു എന്നല്ല. അതിൽ റവന്യൂ കേസ് ഉണ്ടെങ്കിൽ, SC/ST കേസ് ഉണ്ടെങ്കിൽ, അക്രമ കേസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം തുടർന്നു. അവർ പല തവണ ഞാൻ പറഞ്ഞു, ഏതെല്ലാം കേസുകൾ ഇപ്പൊ നിലവിലുണ്ടോ ആ കേസുകളൊക്കെ പ്രോപ്പറായിട്ട് വഴിയിലൂടെ അന്വേഷിക്കും. ഇപ്പോഴത്തെ പ്രിൻസിപ്പലിനെ മാറ്റി നിർത്തുക, ആ പ്രിൻസിപ്പലിന് പകരം പുതിയ പ്രിൻസിപ്പലിനെ വെക്കുക. എന്നിട്ട് നമുക്ക് പിന്നെയും ചർച്ച ചെയ്യാം. ഇനി നമുക്ക് ഇങ്ങനെ ഒരു സമരമായിട്ട് മുന്നോട്ട് പോയി കേരളത്തിൽ ഒരു പഠനാന്തരീക്ഷം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കരുത്. പഠനാന്തരീക്ഷം ഉണ്ടാക്കൂ. സംസ്ഥാന സർക്കാർ നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തുടർന്ന് ചെയ്യും. പുതിയ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ അവിടെ പ്രിൻസിപ്പലിന്റെ രാജി ആവശ്യത്തിൽ വിദ്യാർത്ഥികൾ ഉറച്ചു നിൽക്കുകയാണ്. ഇതാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് വിശദീകരിക്കുന്നത്.